പാരലലി ഞാനൊരു സീനിയർ വെബ് ഡെവലപ്പർ ആയിട്ട് എൻ്റെ കരിയർ അവിടെ ബ്രേക്ക് ചെയ്തു ആൻഡ് അവിടെ നിന്ന് ഞാൻ ഫ്രീലാൻസിങ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ പേര് ശ്രുതി. എൻ്റെ നേറ്റീവ് പ്ലേസ് തൃശ്ശൂരാണ്. എൻ്റെയും സൂപ്പിലിൻ്റെയും റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2024 നിന്നാണ്. ആസ് പ്രീവിയസ് ഇയർ തൊട്ടാണ് ഞാനിവിടെ ഡാറ്റ സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സാണ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിഫോർ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ടാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പാരലലി ഞാനൊരു സീനിയർ വെബ് ഡെവലപ്പർ ആയിട്ട് എൻ്റെ കരിയർ അവിടെ ബ്രേക്ക് ചെയ്തു ആൻഡ് അവിടെ നിന്ന് ഞാൻ ഫ്രീലാൻസിങ് സ്റ്റാർട്ട് ചെയ്തു. ദെൻ പാരലലി ഞാനൊരു അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ബാംഗ്ലൂർ ആയിരുന്നു. ഞാൻ പഠിക്കുമ്പോൾ തൊട്ട് തന്നെ എനിക്ക് റോബോട്ടിക്സ് ആൻഡ് AI എന്നൊക്കെ പറയുന്ന ഒരു ഫീൽഡിനോട് വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ആൻഡ് ഒരുപാട് ജേർണൽസ് കാര്യങ്ങളെല്ലാം അതിനോട് റിലേറ്റഡ് ആയിട്ട് ചെയ്തിരുന്നു. അപ്പോൾ തന്നെ പ്രൊജക്ട്സ് കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിയിരുന്നു എൻ്റെ പഠിക്കുന്ന സമയത്ത് തന്നെ. സോ എനിക്ക് അതിലേക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് സൂപ്പിൽ നിന്നാണ്. അതായത് ഒരു AI-യിലേക്ക് എങ്ങനെ നമുക്ക് കയറാം, ആ ഒരു ഫീൽഡിലേക്ക് നമുക്ക് എങ്ങനെ ജോയിൻ ചെയ്യാം, അതിലേക്ക് എന്താണ് പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എനിക്ക് സ്റ്റാർട്ട് ചെയ്തത്, അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് സൂപ്പിൽ നിന്നായിരുന്നു. അപ്പം ഞാനിവിടെ ഡാറ്റ സയൻസിൻ്റെ കോഴ്സ് ജോയിൻ ചെയ്തു. കുറച്ച് നാൾ ഞാൻ ഓഫ്ലൈൻ വന്നിരുന്നു. പിന്നെ പാരലലി ജോബ് ഉള്ളത് കാരണം ഓൺലൈനായിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തു. കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ സത്യ സാറിൻ്റെ ടീമിലാണ് മെയിനായിട്ട് ജോയിൻ ചെയ്തിരുന്നത്. സാറ് എങ്ങനെയാണ് ക്ലാസ് എടുത്തിരുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാണ് ഒരു കമ്പനിയിൽ ഒരു പ്രൊഫഷണലായിട്ട് എങ്ങനെയാണ് നമ്മൾ പ്രൊജക്ട്സ് ഹാൻഡിൽ ചെയ്യുന്നത് അതുപോലെയാണ് സാറ് നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിച്ചു കൊണ്ടുവന്നത്. ഈവൻ ലൈവ് പ്രൊജക്ട്സ് ആയിക്കോട്ടെ, ലൈവ് പ്രൊജക്ട്സിൽ നമുക്ക് മൊഡ്യൂൾസ് സാറ് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അത് നമ്മളെ പാരലലി ചെയ്യിപ്പിക്കും. പുതിയ ഓരോ അപ്കമിങ് ട്രെൻഡ്സ് എന്താണ്, ഇപ്പോൾ ഇന്ന് ഒരു ലേറ്റസ്റ്റ് വേർഷൻ വന്നു എങ്കിൽ അത് നാളെ തന്നെ സാർ അതിൻ്റെ എന്താണ് അപ്ഡേഷൻസ് വരുന്നത്, അതിൽ ഇപ്പോൾ ഉള്ള ടെക്നോളജിയും പുതിയ വന്നതും തമ്മിൽ എന്താണ് ഡിഫറൻസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് സാർ പറഞ്ഞു തന്നിരുന്നു. ഡാറ്റ സയൻസിൽ ഞാനൊരു കോഴ്സിന് ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പഠിക്കുന്ന ഒരു ഫീലല്ല, നമ്മളൊരു പ്രൊഫഷണലി എങ്ങനെയാണോ ഹാൻഡിൽ ചെയ്യുന്നത് അതേ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമുക്കൊരു ട്രെയിനിങ് കംപ്ലീറ്റ് ആയി വന്നിട്ടുണ്ടായിരുന്നത്. സോ അതെങ്ങനെയാണ് ഹെൽപ്ഫുൾ ആയതെന്ന് ചോദിച്ചാൽ എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രൊജക്ട്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിരുന്നു. ഈവൻ സൂപ്പിൽ തന്നെ 2-3 പ്രൊജക്ട്സ് പാരലലി അസിസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. ആൻഡ് അതുപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ കുറച്ച് പ്രൊജക്ട്സ് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്തു കൊടുത്തിരുന്നു. ആൻഡ് കറൻ്റ്ലി ഞാനിപ്പോൾ ചെയ്യുന്നത് ഡാറ്റ സയൻസിൽ തന്നെ 2 പ്രൊഫഷനായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറുമാണ് ആൻഡ് ഞാൻ ഫ്രീലാൻസ് ആയിട്ട് ഡാറ്റ സയൻറ്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഫോർ മൾട്ടിപ്പിൾ കമ്പനീസ്. അപ്പോൾ ദിസ് ഇസ് ഹൗ മൈ ജേർണി കംസ് ഓൺ. സോ സൂപ്പിൽ ഡാറ്റ സയൻസ് ജോയിൻ ചെയ്തു എന്നുള്ളത് വളരെ ഒരു ബ്രേക്ക് ത്രൂ ആയിരുന്നു എൻ്റെ ലൈഫിൽ. ആൻഡ് ഇറ്റ് ഹെൽപ്സ് മീ ടു അച്ചീവ് മൈ ഡ്രീംസ്. ആൻഡ് എൻ്റെ ആ റോബോട്ടിക്സ് എന്നുള്ളൊരു ഡ്രീമിലേക്ക് ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആയിട്ട് ഡാറ്റ സയൻസ് എന്നുള്ളൊരു കോഴ്സ് എടുക്കാൻ തോന്നിപ്പിച്ചത് വളരെ വളരെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ആൻഡ് താങ്ക് യു ഫോർ സൂപ്പിൽ ഫോർ മേക്കിംഗ് മീ സച്ച് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഇൻ ഡാറ്റ സയൻറ്റിസ്റ്റ്. താങ്ക് യു.